മരിയൻ കോളേജ് കുട്ടിക്കാനത്താണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു ബാച്ച് ഗാദറിംഗുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഒരു സായാഹ്നത്തിലാണ് ഈ മരിയൻ കോളേജിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. നന്നായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ മരിയൻ കോളേജിന്റെ ഒരു ആകമാന വീക്ഷണം എന്റെ ക്യാമറയിൽ പകർത്തുവാനുള്ള പരിശ്രമമാണ് ഈ ഒരു സായാഹ്നത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മരിയൻ കോളേജ് കുട്ടിക്കാനം. പല ആവർത്തി ഇതിന്റെ മുൻഭാഗത്തൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനും ഈ ഒരു കോളേജ് ആകമാന വീക്ഷണം നടത്തുവാനും എനിക്ക് സാധിച്ചത്. ഈ പ്രാവശ്യത്തെ ബാച്ച് ഗാദറിംഗ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ഈ ഒരു മരിയൻ കോളേജ് കുട്ടിക്കാനത്ത് വെച്ച് നടത്തുവാൻ തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വരുവാനും ഈ ഒരു മരിയൻ കോളേജിന്റെ ആകമാന വീക്ഷണം എന്റെ ക്യാമറയിൽ പകർത്തുവാനും എനിക്ക് സാധിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു മരിയൻ കോളേജ് നിലകൊള്ളുന്നത്. മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ഒരു കോളേജ് ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഏറെ പ്രസിദ്ധിക്ക് പ്രചാരണത്തിന് ഒക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ധാരാളം കുട്ടികളാണ് ഈ ഒരു കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് എത്തിച്ചേരുന്നത്. ഒരു എൻട്രൻസ് പരീക്ഷ ജയിച്ചെങ്കിൽ മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. അതും അല്പം ടഫായിട്ടുള്ള രീതിയിലാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രഗത്ഭരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുവാൻ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഗത്ഭരായ അധ്യാപകരാണ് പഠിപ്പിക്കുവാൻ വേണ്ടിയും എത്തിച്ചേരുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഭാഗത്തെ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്താണ് ഈ ഒരു പഴയ മ്യൂസിയം നിലകൊള്ളുന്നത്. ചില്ലിട്ട ഗ്ലാസ്സിലൂടെ ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞാൻ നടത്തുകയാണ്. ഓപ്പൺ ചെയ്ത് എനിക്ക് ലഭ്യമായില്ല. അതുകൊണ്ട് ഉള്ളതാവട്ടെ ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വീഡിയോയിൽ ചിത്രീകരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എന്നിലുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ അച്ചടി മുതൽ എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ഭാഗത്ത് ഡെമോ പോലെ വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. ഏതായാലും കോളേജ് ആകമാന ഒരു വീക്ഷണം നടത്തുക എന്നുള്ളതാണ് എന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. മറ്റു വൈദികരോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള ഒരു യാത്ര ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ കെട്ടിടവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓരോ എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇതുപോലെയുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളെല്ലാം നിലകൊണ്ടിരിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തു നിന്നാണ് ഈ ഒരു ചിത്രീകരണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടും വനനിബിഡമായ പ്രദേശം. കോളേജിന്റെ സമീപ ഭാഗങ്ങളിലൊന്നും വലിയ കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. ഏതായാലും ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കോളേജ് നിലകൊള്ളുന്നതെന്നും രൂപത കീഴിലാണ് ഇത് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും പ്രഗത്ഭരായ ധാരാളം കുട്ടികളാണ് ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എൻട്രൻസ് പരീക്ഷയിൽ വിജയിച്ചെങ്കിൽ മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പഠന നിലവാരമാണ് ഇവർ വച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതും അത്രമാത്രം പ്രാഗൽഭ്യമുള്ള കുട്ടികളാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കുക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായ ഒരു കാര്യമാണ്. സീറ്റ് നന്നേ കുറവാണ്. ഉള്ളത് പെട്ടെന്ന് തന്നെ ഫുള്ളാവുകയും ചെയ്യും. അത്രമാത്രം പ്രസക്തി ആർജിച്ച ഒരു കോളേജിന്റെ മുകൾഭാഗത്തു നിന്നുള്ള വീക്ഷണമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോളേജിലുള്ള ഏറ്റവും വലിപ്പമേറിയ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് ഈ ഒരു ചിത്രീകരണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ അടുത്ത കാലത്താണ് പണി തീർത്തിരിക്കുന്നത്. ഏതോ ഒരു പ്രത്യേക കോഴ്സുമായി ബന്ധപ്പെട്ടാണ് പുതിയ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മിതി നടത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ചുറ്റുപാടും ധാരാളം കെട്ടിടങ്ങളാണ് ഈ അടുത്ത കാലത്ത് കടന്നു വന്നിരിക്കുന്നത്. ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ ധാരാളം മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ കാഴ്ച അമ്പരപ്പിക്കുന്നതാണ്. അത്രമാത്രം വ്യാപ്തിയോടുകൂടിയാണ് ഈ പ്രദേശത്തെ വനനിബിഡമായ പ്രദേശങ്ങൾ മുഴുവനും നിലകൊള്ളുന്നത്. കെട്ടിടങ്ങൾ ലല്ലലേശമില്ല. ധാരാളം വനനിബിഡമായ പ്രദേശങ്ങൾ. ഏതായാലും ഇവിടെ എത്തിച്ചേരുന്ന ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇതിന്റെ ടോപ്പ് ഭാഗത്ത് നിന്ന് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഞങ്ങൾ വൈദികരായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കെട്ടിടത്തിന്റെ ടോപ്പ് ഭാഗത്തെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതെന്നും സാധാരണ വിസിറ്റേഴ്സിന് ഒരിക്കലും ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞങ്ങൾ വൈദികരായതുകൊണ്ട് മാത്രം ഇതുപോലെ നല്ല ഇമവെട്ടാതെ ഓരോ ഭാഗവും വീഡിയോയിൽ പകർത്തുവാൻ എനിക്ക് സാധിച്ചിരിക്കുകയാണ്.
ഒരു ആകാശ വീക്ഷണം എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾ നേർക്കാഴ്ച പോലെ ഈ ഒരു സ്ഥലം മുഴുവനും കണ്ടു കഴിഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവമാണ് ഈ ഒരു കുട്ടിക്കാനം മരിയൻ കോളേജിലെ ഈ ഒരു സന്ദർശനം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒത്തിരിയേറെ പ്രാവശ്യം ഈ കോളേജിന്റെ മുൻഭാഗത്തു കൂടെ കടന്നു പോകാൻ ഇടവന്നിട്ടുണ്ട്. മിക്കവാറും ഇടവകയിൽ നിന്ന് തന്നെ പല ആവർത്തി ഈ ഒരു ഭാഗത്തേക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുവാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ഒരു സന്ദർശനം എനിക്ക് സാധ്യതമായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച ഈ ഒരു സന്ദർശനം എനിക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചത്. അതിന്റെ സന്തോഷത്തിലാണ് ഈ ഒരു ടോപ്പ് ഭാഗത്തു നിന്നുള്ള ഈ ഒരു വീക്ഷണം ഞാൻ ആകമാനം എന്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. 1995 ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഏതായാലും അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രസക്തി എന്തുകൊണ്ടും ഏതുകൊണ്ടും ഏറെ പ്രചരണം നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഇത്രമാത്രം പ്രസക്തി ആർജിക്കുവാൻ കാരണമെന്ന് പറയുന്നത് ഇതിന്റെ അധികാരികളുടെ നല്ല ഒരു ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് മാത്രമാണ്. നല്ല സ്റ്റുഡൻസിനെ വാർത്തെടുക്കുക, അതാണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിന് നല്ല നിലവാരത്തിലുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അത് മാത്രമാണ് മാർഗമായിട്ട് ഇവർ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരും നല്ല പ്രഗത്ഭരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വിദ്യാഭ്യാസ നൈപുണ്യത അവരുടെ കുട്ടികൾക്കും ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തെ ഇത്രമാത്രം പ്രസക്തി ആർജിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ കുട്ടികൾക്കും പറയുവാനുണ്ട് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട വീരോചിതമായ കഥകൾ. അതുതന്നെയാണ് ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇന്നും ഏറെ വളർച്ചയിൽ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അക്ഷീണമായ പരിശ്രമം ഇതിന്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. ഏതായാലും നമ്മുടെ കത്തോലിക്ക സഭയുടെ കീഴിൽ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ ഇത്രമാത്രം പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥാപനം, അതും എഡ്യൂക്കേഷൻ മേഖലയിൽ ഉള്ളത് ഏറെ അഭിമാനകരമാണ്. ഓരോ വർഷവും ധാരാളം കുഞ്ഞുങ്ങൾക്ക്, പ്രഗത്ഭരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ഈ ഒരു സ്ഥാപനത്തിന് കഴിയുന്നു എന്ന് പറയുന്നതും ഞങ്ങൾ വൈദികർക്ക് അഭിമാന കാരണമാണ്. നല്ല വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണം തീർച്ചയായിട്ടും 100% ഇവർ പാലിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം പ്രഗത്ഭരായ വൈദികരും ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുമൊക്കെയായിട്ട് സംസാരിക്കുവാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും കേൾക്കുവാനും ഒക്കെ സാധിച്ച നല്ല നിമിഷങ്ങളും ഈ ഒരു ബാച്ച് ഗാദറിങ്ങിനോടൊപ്പം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഒരു കുട്ടിക്കാനം മരിയൻ കോളേജിന്റെ ആഗമന വീക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു അനുഭവം സമ്മാനിക്കുകയാണ് ചെയ്തത്. ഓട്ടോണമസ് പദവിയിലുള്ള ഈ ഒരു കോളേജ് ഇനിയും ധാരാളം വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോകുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകം ഒരു ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കോളേജിന്റെ മറ്റ് സമീപ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു ചെന്ന് കഴിയുമ്പോൾ എവിടെയും പച്ചപ്പ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ധാരാളം കെട്ടിടങ്ങളുണ്ട്. എന്നാൽ കെട്ടിടങ്ങൾക്കൊക്കെ ഇടയിലായിട്ട് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ ഇവർ മറന്നുപോയിട്ടില്ല. ഇതുപോലുള്ള മരങ്ങൾ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സമീപം ആകമാന ഒരു വിഷൻ നടത്തുകയാണെങ്കിൽ പോലും ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ 100 അല്ല 150% നമുക്ക് മാർക്കിടേണ്ടി വരും. അത്രമാത്രം നല്ല രീതിയിലാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്.